വിശപ്പാണ്. എത്ര കുടിച്ചാലും തീരാത്ത വിധത്തിലുള്ള ദാഹമാണ്. അമ്മയുടെ മുലപ്പാൽ ഊറ്റി ഊറ്റി കുടിച്ച് ചോര ഊറ്റി കുടിക്കുകയാണിപ്പോൾ. എന്നിട്ട് മനസ്സിലാകുന്നില്ല, തീരുന്നില്ല ആർത്തി. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾക്ക് എന്ത് കരുതി വെച്ചു? ഞങ്ങളുടെ ഭൂമിയെ ഈ വിധമാക്കിയതെന്ത്? ഞങ്ങൾക്ക് പാർക്കാൻ വേറെ വീടുണ്ടോ എന്നവർ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ കുടിവെള്ളം എവിടെ? ഞങ്ങളുടെ തണുപ്പ് എവിടെ? ഞങ്ങളുടെ പച്ചപ്പ് എവിടെ? ഞങ്ങൾക്ക് കാണാനുള്ള വന്യമൃഗങ്ങൾ എവിടെ? ഞങ്ങളുടെ കിളികൾ എവിടെ? അവർ ചോദിക്കും. അപ്പോൾ ഉത്തരം പറയാനില്ലാതായി പോകും ഈ തലമുറയ്ക്ക്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇത് ഒരു മഹത്തായ കർമ്മം എന്ന് ഞാൻ പറയുന്നത്, എൻ്റെ പ്രായത്തിലുള്ള ഒരാൾ പരിസ്ഥിതിയെപ്പറ്റി, പ്രകൃതിയെപ്പറ്റി ഒരു പുസ്തകം എഴുതാൻ ആഗ്രഹിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്നു. അദ്ദേഹം വലിയ കാര്യങ്ങൾ ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. അദ്ദേഹം ഇതേപ്പറ്റി പഠിച്ച് എഴുതിയിരിക്കുന്നു. അതിനെ ഒരു നോവലിൻ്റെ രൂപത്തിലാക്കാൻ ശ്രമിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഗുണദോഷ വിവേചനത്തിനൊന്നുമൊക്കെയുള്ള സമയമല്ല ഇത്. ഒരു സാഹിത്യ സൃഷ്ടി എന്നുള്ള രീതിയിൽ ഇതിൻ്റെ മൂല്യം എന്താണെന്നൊന്നും ഇവിടെ ചോദിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ആത്മാർത്ഥത, ഇതിൽ നടത്തിയിരിക്കുന്ന പ്രകൃതി പൂജ, പ്രകൃതിയോടുള്ള ഭക്തി, ഇത് മൂന്നുമാണ് നമ്മളിപ്പോൾ വിലയിരുത്തേണ്ടത്. സദാശിവൻ സാറിനെ ഞാൻ വന്ദിക്കുന്നു. അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ നല്ല മനസ്സിൻ്റെ മുമ്പിൽ എൻ്റെ പ്രണാമം അർപ്പിക്കുന്നു. ഒരു കവിത ചൊല്ലണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഇരുന്ന് ചൊല്ലാം, കാല് ശരിയല്ല. എൻ്റേതായ ഒരു കവിതയുടെ മാധുര്യമോ കാൽപ്പനികമായ ഭംഗികളോ ഒന്നുമില്ലാത്ത, ഒരു ഞൊറിവുകളോ അഴകോ ഒന്നുമില്ലാത്ത ഒരു കവിത, ഒരു പരുക്കനായ ഒരു പൊള്ളലിൻ്റെ കവിത നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ചൂട്. ഇന്നത്തെ ചൂട് മാത്രമല്ല, വരാൻ പോകുന്ന ചൂട് കാലങ്ങളും മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയതാണ്. കൊടും ചൂടാണ്, വറ്റുന്നു കിണറും നോറ്റ കൺകളും. കൊടും ചൂടാണ്, വറ്റുന്നു കിണറും നോറ്റ കൺകളും. കിടാവിനായി ചുരത്തേണ്ട നെഞ്ഞും താരാട്ടുകൊഞ്ചലും. കിടാവിനായി ചുരത്തേണ്ട നെഞ്ഞും താരാട്ടുകൊഞ്ചലും. ആരു വറ്റിച്ചതീ വറ്റാക്കിണറെ കാട്ടുപൊയ്കയെ. ആരു കത്തിച്ചതീ പുന്നൽ പാടത്തിൻ ഹരിതാഭയെ. ലോറിയിൽ തിക്കിയേറ്റുന്ന കന്നുകാലികളെന്ന പോൽ ആരീ മലകളെ കൊന്നു കൊണ്ടുപോകുന്നു ചന്തയിൽ. ലോറിയിൽ തിക്കിയേറ്റുന്ന കന്നുകാലികളെന്ന പോൽ ആരീ മലകളെ കൊന്നു കൊണ്ടുപോകുന്നു ചന്തയിൽ. വെട്ടിക്കത്തിച്ചതാരാണീ നാടിൻ പച്ചത്തഴപ്പുകൾ. കുത്തിപ്പൊട്ടിച്ചതാരാണീ പച്ചക്കുന്നിൻ്റെ കണ്ണുകൾ. കുത്തിപ്പൊട്ടിച്ചതാരാണീ പച്ചക്കുന്നിൻ്റെ കണ്ണുകൾ. വറ്റിച്ചൂറ്റിയതാരാണ് ഈ അമ്മ നൂറ്റാണ്ട് കാലമായി മക്കൾക്കായി കുഴിച്ചിട്ടോരടിവെള്ള മഹാനിധി. വറ്റിച്ചൂറ്റിയതാരാണ് ഈ അമ്മ നൂറ്റാണ്ട് കാലമായി മക്കൾക്കായി കുഴിച്ചിട്ടോരടിവെള്ള മഹാനിധി. നാലുപാടും പരിഭ്രാന്തം നോക്കും തെങ്ങുകളെ. നാലുപാടും പരിഭ്രാന്തം നോക്കും തെങ്ങുകളെ. ചാലിൽ ക്ഷമിക്കണം, വയസ്സ് 80 മറവിയുണ്ട്, ശബ്ദം വരുന്നില്ല, ഒക്കെ അറിയാം. എങ്കിലും നിങ്ങൾ എന്നോട് പുറത്തേ കഴിയൂ.
നാലുപാടും പരിഭ്രാന്തം നോക്കും തെങ്ങുകളെ, ചെളിച്ചാലുപോൽ വീണു ചാവുന്നോരോ മൽപ്പുഴകളെ, ചെളിച്ചാലുപോൽ വീണു ചാവുന്നോരോ മൽപ്പുഴകളെ, കരിഞ്ചായലിൽ തീ പിടിച്ചോരു ഗിരിശൃംഗങ്ങളെ, കരിഞ്ചായലിൽ തീ പിടിച്ചോരു ഗിരിശൃംഗങ്ങളെ, ദാഹനീരിനായി കാടിറങ്ങുന്ന പാവം സഖ്യൻ്റെ മക്കളെ, കരിഞ്ചായലിൽ തീ പിടിച്ചോരു ഗിരിശൃംഗങ്ങളെ, ദാഹനീരിനായി കാടിറങ്ങുന്ന പാവം സഖ്യൻ്റെ മക്കളെ, പാലക്കാടിൻ മരുച്ചൂടിൽ തനിയെ നിന്നു കത്തിടും നീലപ്പനകളെ, നിങ്ങളെല്ലാം ഇതിനു സാക്ഷികൾ. കഴിഞ്ഞ വർഷം ഇത് സംഭവിച്ചു. പനകൾ തനിച്ചു നിന്ന് വെറുതെ നിന്ന് കത്താൻ തുടങ്ങി. പനയോലകൾ തന്നെത്താൻ ഉണങ്ങി അവിടെ നിന്ന് കത്താൻ തുടങ്ങി, സൂര്യാതപം നിമിത്തം. പാലക്കാടിൻ മരുച്ചൂടിൽ തനിയെ നിന്നു കത്തിടും നീലപ്പനകളെ, നിങ്ങളെല്ലാം ഇതിനു സാക്ഷികൾ. അമ്പ നിന്റെ മുലപ്പാലല്ലിവരൂറ്റുന്നു നിത്യവും, നിന്റെ രക്തം നിന്റെ മാംസം നീ ഞങ്ങൾക്കൊരു പെണ്ണിര. അമ്പ നിന്റെ മുലപ്പാലല്ലിവരൂറ്റുന്നു നിത്യവും, നിന്റെ രക്തം നിന്റെ മാംസം നീ ഞങ്ങൾക്കൊരു പെണ്ണിര. അമ്മ തൻ്റെ തലയ്ക്കൽ കാത്തിരിക്കുമ്പോൾ തളർന്നൊരൻ കണ്ണുകൾ വിണ്ണിലേക്കുറ്റു നോക്കിയിടുന്നു ഭയാകുലം. കണ്ണെഴുത്തും നെടും മഞ്ഞക്കുറിയും ചേർന്ന മേഘമൊന്ന് എങ്ങാനും കാണുവാനുണ്ടോ കാറ്റേ വിണ്ണേ സമുദ്രമേ. കണ്ണെഴുത്തും നെടും മഞ്ഞക്കുറിയും ചേർന്ന മേഘമൊന്ന് എങ്ങാനും കാണുവാനുണ്ടോ കാറ്റേ വിണ്ണേ സമുദ്രമേ. ഒരു കാർമേഘത്തെ സ്വപ്നം കാണുന്ന കവിതയല്ലിത്. ഇവിടെ മേഘഗർജനം പോലെ ജനങ്ങളുടെ ശബ്ദമുയരണം. മേഘതരംഗങ്ങൾ പോലെ, ജലതരംഗങ്ങൾ പോലെ ജനങ്ങളുടെ വലിയ വലിയ കൂട്ടങ്ങൾ ഉണർന്നെഴുന്നേൽക്കണം. ഞങ്ങളുടെ മണ്ണ്, ഞങ്ങളുടെ വെള്ളം, ഞങ്ങളുടെ 44 പുഴകൾ, ഞങ്ങൾ കഴിക്കുന്ന പച്ചക്കറി മുഴുവനും വിഷമാണ് എന്ന്, ഞങ്ങൾക്ക് നല്ല പച്ചക്കറി, വിഷം ചേരാത്ത പാല്, വിഷം ചേരാത്ത അന്നം, ഞങ്ങളുടെ വയലുകൾ, ഞങ്ങളുടെ കുന്നുകൾ, ഞങ്ങൾക്കിതെല്ലാം ആവശ്യമുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ക്യാൻസർ രോഗികളായിട്ട് മരിക്കാൻ അവരെ സമ്മതിക്കരുത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എൻഡോസൾഫാൻ വിക്ടിംസായി മാറ്റി അവരുടെ തല പെരുകി, വയറ് പെരുകി, കാലും കൈയും എല്ലാം തേമ്പി നാവ് വെളിയിലേക്ക് നീട്ടിയിട്ട് കിടക്കുന്ന കാഴ്ചകൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം വികസനത്തിൻ്റെ പേരിലാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇവിടെ ശാസ്ത്രജ്ഞന്മാരുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഇവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ ഇല്ലാത്തതില്ല. ഉദ്യോഗസ്ഥന്മാർ ഇഷ്ടം പോലെയുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്, ഡോക്ടർമാരുണ്ട്, ഇതിനായിട്ട് മന്ത്രിയുണ്ട്, സെക്രട്ടറിമാരുണ്ട്, എല്ലാവരുമുണ്ട്. ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലേ? ഈ കൊണ്ടുവരുന്ന ഇറച്ചി, മത്സ്യം, ഇതിലൊക്കെയുള്ള മാലിന്യം, ഇതിലുള്ള വിഷം, ഇതിൽ കുത്തിവെക്കുന്ന ഹോർമോണുകൾ, ഇതിനെപ്പറ്റി ഒന്നും എന്തുകൊണ്ടാരും അനങ്ങുന്നില്ല? എന്തുകൊണ്ടാരും ചിന്തിക്കുന്നില്ല? എന്തുകൊണ്ടെല്ലാം പട്ടയം കൊടുത്ത് എല്ലാവരെയും സന്തോഷിപ്പിച്ച് വോട്ടാക്കി മാറ്റിക്കൊണ്ടിരിക്കണമെന്ന് മാത്രം വിചാരിക്കുന്നു? എന്തുകൊണ്ട് വയനാടൻ കാടുകൾ നമ്മുടെ പശ്ചിമഘട്ടം കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുന്നു? ആര് തീ വെച്ചോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? 15-18 സ്ഥലത്താണ് തീ ഒരേ സമയം കത്തുന്നത്. കാട്ടുതീ അങ്ങനെ കത്തുകയില്ല. ആരാണ് തീ വയ്ക്കുന്നത്? ഒരു കടുവ ഇറങ്ങുമ്പോൾ ഉടൻ തന്നെ ശത്രുവായിട്ട് കണ്ടതിനെ കൊല്ലുക, ഷൂട്ട് ഇറ്റ് എന്ന് കൽപ്പിക്കുന്ന ഭരണാധികാരികൾ ഇവിടെയുണ്ട്. കടുവ ഇറങ്ങി വരുന്നത്
മനുഷ്യനെ പിടിച്ച് തിന്നാൻ വേണ്ടിയിട്ടല്ല, അതിന് വെള്ളം കുടിക്കാൻ ദാഹിച്ചിട്ടാണ്, വിശന്നിട്ടാണ്. അതിൻ്റെ ആവാസസ്ഥാനമാണ് നമ്മൾ പിടിച്ചടക്കിയിരിക്കുന്നത്. ഞാനിവിടെ പശ്ചിമഘട്ട സാനുക്കളിലെ കർഷകരെ ദ്രോഹിക്കാൻ വേണ്ടിയല്ല പറയുന്നത്. അവിടെ പക്ഷേ പാറമടക്കാരുണ്ട്. പശ്ചിമഘട്ടം മുഴുവനും വെടിമരുന്ന് വെച്ച് തകർത്തുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പാറമടക്കാരുണ്ട്. അവരുടെ മുമ്പിൽ വായ് പൊത്തി നിൽക്കുന്ന ഭരണകൂടങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളുണ്ട്. നിങ്ങളിതൊക്കെ മനസ്സിലാക്കിയേ കഴിയൂ. നമ്മൾ പരിസ്ഥിതി സംരക്ഷിക്കണമെന്ന് പറയുന്നു. ആരോടാണ് പറയുന്നത് നിങ്ങൾ? നമ്മൾ വിടുന്ന ജനപ്രതിനിധികൾ അവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ? ഇത്രയും വർഷമായിട്ട് എന്ത് സംഭവിച്ചു? മണൽവാരൽ തടയാൻ സാധിക്കാത്തത് എന്തുകൊണ്ട്? വിഷം കലക്കുന്നത് തടയാൻ സാധിക്കാത്തത് എന്തുകൊണ്ട്? മാലിന്യ നിർമ്മാർജ്ജനം സാധിക്കാത്തത് എന്തുകൊണ്ട്? വനനാശം തടയാൻ സാധിക്കാത്തത് എന്തുകൊണ്ട്? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. എനിക്ക് ഈ രംഗത്ത് മാത്രമല്ല പ്രവർത്തിക്കുന്നുള്ളതുകൊണ്ടും കൊച്ചു പെൺകുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്? ഞങ്ങളുടെ കുട്ടികളെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്നതാര്? കഞ്ചാവിനടിമകളാക്കുന്നതാര്? മുതിർന്നവർ മുഴുവനും മദ്യത്തിന് ഏതാണ്ട് 80% പേര് മദ്യം കുടിച്ചു തുടങ്ങിക്കഴിഞ്ഞു. മലയാളി നാരായണ ഗുരുസ്വാമി നമുക്ക് ഭംഗിയുള്ള ചില്ലുകൂട്ടിൽ പ്രതിഷ്ഠിച്ച് വന്ദിച്ച് പൂജ 2 പൂക്കൾ അർപ്പിക്കാൻ മതി. അദ്ദേഹത്തിൻ്റെ ദൈവദശകവും ചൊല്ലാം. അദ്ദേഹത്തോടുള്ള കടപ്പാട് അവിടെ തീർന്നു. നാട് മുഴുവൻ ബാർ ഹോട്ടലുകൾ പെരുകി കഴിഞ്ഞു. 12-13 വയസ്സായ ആൺകുട്ടികൾ മദ്യപിച്ച് നാക്ക് കുഴഞ്ഞ് അവരെ ചികിത്സിപ്പിക്കാൻ ഞങ്ങളുടെ അഭയുടെ മുമ്പിൽ ഡോക്ടർമാരുടെ അടുക്കൽ കൊണ്ടുവരുന്നു. ഞങ്ങളിതൊക്കെ കാണുന്നവരാണ്. തകരുന്ന കുടുംബങ്ങൾ 100 കുടുംബങ്ങളിലെ പെണ്ണുങ്ങൾ നിലവിളിച്ചു കൊണ്ടുവരുന്നു. അവമാനിതകളായ 3 വയസ്സും 4 വയസ്സും, അവർക്ക് മാനാവമാനങ്ങൾ എന്തെന്നറിയില്ല, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നു. എന്ത് സംഭവിക്കുന്നു കേരളത്തിന്? ഏറ്റവും അധികം സാക്ഷരതയും ഏറ്റവും അധികം വിദ്യാഭ്യാസവും ഏറ്റവും രാഷ്ട്രീയ അവബോധമുണ്ടെന്ന് അഹങ്കരിക്കുന്ന മലയാളിക്ക് എന്ത് സംഭവിക്കുന്നു? എന്തുകൊണ്ടിങ്ങനെ കൊള്ളരുതാത്തവനായി? എന്തുകൊണ്ടിങ്ങനെ ഭീരുവായി? എന്തുകൊണ്ട് അഴിമതിയുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്നവനായി? ഇതൊക്കെ ഞങ്ങൾക്ക് ചോദിച്ചു പോന്നു. ആരും ഉത്തരം തരുന്നില്ല. പണ്ട് വാൽമീകിയും വ്യാസനും ഒക്കെ ചോദിച്ച പോലെ ഒന്നും മറുപടി കേൾക്കുന്നില്ലല്ലോ. മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറയുന്നതിന് വാക്കുകൾ പോലെ ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ? ഞങ്ങളുടെ ആൺമക്കൾ എവിടെ? ഞങ്ങളുടെ കൊള്ളാവുന്ന പെൺമക്കൾ എവിടെ? എന്തുകൊണ്ട് ആർക്കും മിണ്ടാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് ഇത്ര ഭീരുക്കളാകുന്നു? നിങ്ങൾ ആരെ ഭയപ്പെടുന്നു? ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇതൊരു നല്ല അവസരമാണ്. ഈ അവസരം ഭൂമിദേവിയുടെ മുമ്പിൽ നമ്മുടെ പാപസമ്മതങ്ങൾ, കുറ്റസമ്മതങ്ങൾ നടത്തേണ്ട അവസരം കൂടിയാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ പുസ്തക പ്രകാശനത്തിന് എന്നെ വിളിച്ച ഇന്ദിരബാബുവിനോട് ഞാൻ എന്തൊക്കെയോ ചുണ്ടി പിടിച്ചൊക്കെ സംസാരിച്ചു. ഞങ്ങൾക്ക് സ്നേഹം കൊണ്ടാണെന്ന് മനസ്സിലാക്കുക, സങ്കടം കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ഈശ്വരാനുഗ്രഹം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീ ബാബു കുഴിമറ്റം, പത്രപ്രവർത്തകർക്കറിയാം, എന്തെങ്കിലും അദ്ദേഹം പലപ്പോഴും കോമണായിട്ട് ആളുകൾ പറയുന്ന കാര്യമായിരിക്കില്ല പറയുന്നത്. ഇവിടെയും അദ്ദേഹം എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ എനിക്കും ജിജ്ഞാസയുണ്ട്. ആറന്മുള പ്രശ്നത്തിൽ പോലും വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങൾ അദ്ദേഹം നേരത്തെ ഉന്നയിച്ചിരുന്നു. അദ്ദേഹത്തെ ക്ഷണിക്കും. ബഹുമാന്യരെ, ആദ്യം തന്നെ മലയാളത്തിൻ്റെ വാനമ്പാടിക്ക് മുമ്പിൽ എൻ്റെ ഗുരുപൂജ അർപ്പിക്കട്ടെ. സുഹൃത്ത് ഇന്ദിരബാബു, ഇന്നത്തെ മുഖ്യ താരമായ സദാശിവൻ സാറ്, വേദിയിലും സദസ്സിലുമുള്ള ഗുരുജനങ്ങളെ, വേറിട്ട അഭിപ്രായങ്ങളെന്ന് പറഞ്ഞ് പലപ്പോഴും സത്യങ്ങളെ വിവാദങ്ങളാക്കി മാറ്റുക. എനിക്ക് സത്യമെന്ന് തോന്നുന്ന ഒരു കാര്യം ചെയ്യുമ്പോഴും പറയുമ്പോഴും ഒന്നുകിൽ വിവാദമാക്കുക, അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ടീച്ചർ പോകുന്നുള്ളത് അത്ര വേറിട്ട അഭിപ്രായങ്ങളൊന്നുമല്ല, ഉള്ളിൽ തോന്നിയ ചില സത്യങ്ങളാണ്. പലപ്പോഴും സത്യങ്ങളും
സത്യത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് ആന്തരിക യാഥാർത്ഥ്യങ്ങളാണ്. ആന്തരിക യാഥാർത്ഥ്യങ്ങൾ അഥവാ ആന്തരിക സത്യങ്ങൾക്ക് പ്രത്യക്ഷ സത്യങ്ങൾ പലപ്പോഴും വിപരീതമാവാം. പലപ്പോഴും നാം കാണുന്ന, നാം കേൾക്കുന്ന, നാം അറിയുന്ന പ്രത്യക്ഷ സത്യങ്ങൾ അസത്യങ്ങളാണ് എന്ന് വളരെ വൈകിയെ നാം അറിയും. വളരെ വൈകി അറിയുമ്പോൾ നമുക്ക് പലപ്പോഴും പലതും നഷ്ടമാവും. നാം പാവം മാനവ ഹൃദയങ്ങൾ പുതുമഴ കാണുക വരൾച്ച മറക്കുകയും പാൽച്ചിരി കാണുക മൃതിയെ മറക്കുകയും ചെയ്യുന്ന പാവങ്ങൾ നമ്മൾ. ആറന്മുളയെ പോലുള്ള കാര്യങ്ങളിലും ആദ്യം ഞാൻ പറയട്ടെ, ഗാഡ്ഗില്, കസ്തൂരിരംഗൻ കാര്യങ്ങളിലൊക്കെ അങ്ങേയറ്റം അതിനോട് യോജിച്ച് നിന്ന് ബാധിച്ച ഒരാളാണ് ഞാൻ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഫലമെന്താണ്? ഫലങ്ങൾ വിപരീത ഫലങ്ങളായി മാറുന്നത് നമ്മുടെ ആൾക്കാരുടെ തന്നെ. ഇതിന് പൂർണ്ണമായി ഭരണാധികാരികൾ, അത് ഇടതിലാവട്ടെ വലതിലാവട്ടെ, കുറ്റം പറയാൻ നമുക്കാവില്ല. പണ്ട് യഥാ രാജ തഥാ പ്രജ എന്നായിരുന്നു. ജനാധിപത്യ വ്യവസ്ഥിതിയിൽ അത് മറിച്ച് പറയേണ്ടതുണ്ട്. യഥാ പ്രജ തഥാ രാജ എന്ന്. തീർച്ചയായും അതിനെ ന്യായീകരിക്കുകയും സുശേഷിക്കുകയും ചെയ്യുന്നുണ്ട് സദാശിവൻ സാറിൻ്റെ ആദ്യത്തെ പുസ്തകം. ആദ്യ ഗ്രന്ഥത്തിൻ്റെ ആ ഗ്രന്ഥം അത് പുറത്തിറങ്ങാനും അതിനൊരു മുഖ്യ കാർമ്മികത്വം വഹിക്കുവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് എനിക്ക് അഭിമാനമുണ്ട്. എൻ്റെ ഏറെ പ്രിയങ്കരിയായ, നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ചലച്ചിത്ര താരം ശാന്തി കൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം ഫിലിം ഡയറക്ടർ സന്ധ്യാമോഹൻ ഒരിക്കൽ എന്നെ കാണാൻ വരിക. അദ്ദേഹമാണ് സദാശിവൻ സാറിനെ പറ്റി ആദ്യം എന്നോട് നമ്മുടെ ശാന്തിയുടെ ഇന്നാര എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം, ആ പുസ്തകത്തെ പറ്റി കേട്ടപ്പോൾ പെട്ടെന്ന് ഞാൻ വിളിച്ചത്, നല്ല പുസ്തകങ്ങൾ മാത്രം പുറത്തിറക്കുന്ന അൽക്ക എന്ന സംഘടന, അതിൻ്റെ സാരഥിയായ എൻ്റെ പ്രിയ സുഹൃത്ത്, മലയാളത്തിലെ വേറിട്ട കവിത നമുക്കറിയാം. ഇന്ന് ഏതാണ്ട് 1,00,000-ൽ പരം കവികൾ മലയാളത്തിലുണ്ട് എന്നാണ് ഒരു കണക്ക് പറയുന്നത്. നല്ലത് തന്നെ. അതായത് തിരുവനന്തപുരത്തുനിന്ന് തന്നെ അറിയാം, നമുക്ക് കവികളെ കൂട്ടിമുട്ടിയിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥ. എങ്കിലും തനിക്ക് എന്തെങ്കിലും പറയുവാനുള്ളപ്പോൾ മാത്രം കവിത എഴുതുന്ന ആൾ എന്ന് പറഞ്ഞതുപോലെ തനിക്ക് എന്തൊക്കെയോ പറയുവാനുള്ള 50 വർഷത്തെ അധ്യാപക ജീവിതം, അതിനുശേഷമുണ്ടായ ഒരു ജീവിതാനുഭവങ്ങൾ, ഇതൊക്കെ നിരത്തുന്ന, നെഹ്റുവിന് ശേഷമുള്ള ഡെമോക്രസിയുടെ അപജയത്തെ സുശേഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ ഗ്രന്ഥം, അത് ചന്ദ്രബാബു ഇന്ദ്രബാബു പബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞ അദ്ദേഹത്തെ എനിക്ക് ഏൽപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അതിനകത്ത് പറയുന്ന ചില കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ ഒക്കെ തന്നെയാണ് നമ്മുടെ ഗാഡ്ഗിലെ ഇതിലെ കസ്തൂരിരംഗൻ ഇതിലേക്കൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്നത്. കസ്തൂരിരംഗൻ, ഗാഡ്ഗിൽ ഇതിലൊക്കെ വിപരീത അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ സമയം, വിപരീത അഭിപ്രായങ്ങളല്ല, അതിനോട് ചേർന്ന് നിന്ന് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ ഇദ്ദേഹം സദാശിവൻ സാറിൻ്റെ പുസ്തകത്തിൽ പലപ്പോഴും യേശുദേവനെ പറ്റി, ജീസസിനെ പറ്റി ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് കിട്ടിയത് പള്ളി പാതിരിമാരുടെ കല്ലേറുകളായിരുന്നു. പക്ഷേ ഞാൻ അവിടെ ഉറച്ചു നിന്നു. ഈ പള്ളി പാതിരിമാരെ കൊണ്ടതും ഇത് പറയിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതാര്? കർഷകരെ ഇളക്കി വിടുന്നതാര്? തീർച്ചയായിട്ടും സുഗതകുമാരി ടീച്ചറോ അല്ലെങ്കിൽ മറ്റേ ഗാഡ്ഗില്ലിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരോ, ആ റിപ്പോർട്ട് എഴുതിയവരോ, അതിലൊരാൾ ഇദ്ദേഹം 1-2 അധ്യായം എഴുതി ചേർത്ത സാറ് ഇവിടെ ഇരിപ്പുണ്ട്. അവരാരും കർഷകന് വേണ്ടി ആയിരുന്നില്ല. പക്ഷെ ഇതിൻ്റെ എല്ലാം പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. ഇവിടെയാണ് ആറന്മുളയിലേക്ക് വരുമ്പോൾ, ടീച്ചറെ പോലെ തന്നെ പത്തനംതിട്ടയിൽ ജനിച്ചവനാണ് ഞാനും. എനിക്കറിയാം ഈ പ്രദേശത്തെപ്പറ്റി. ആറന്മുളയിലൊരു വിമാനത്താവളം വരുന്നു എന്ന് കേൾക്കുമ്പോൾ അവിടുത്തെ പാവങ്ങൾ, പണ്ട് നമുക്കറിയാം എറണാകുളത്ത് താവളം വരുമ്പോഴത്തേക്ക് എതിർത്തവർ, അത് പണക്കാർക്കാണ് വിമാനം എന്നാണ്.
പക്ഷേ നല്ല ഭൂരിപക്ഷവും ഇന്ന് വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക്, ജീവനക്കാർക്ക് വിമാനം ആവശ്യമാണ്. അത് ആറന്മുളയിലൊരു വിമാനം വരുന്നു എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഞാൻ സന്തോഷിക്കുകയാണ് ചെയ്തത്. പക്ഷേ അത് എന്തുകൊണ്ട് അത് അവിടെ ഉണ്ടാകുന്ന ദോഷങ്ങളില്ലാതാക്കാൻ അവിടെയാണ് ഇവിടുത്തെ ഭരണാധികാരികൾ ശ്രദ്ധിക്കേണ്ടത്. ആറന്മുളയിലൊരു വിമാനത്താവളം വരുന്നതിൽ അവിടുത്തെ ആൾക്കാർക്ക് ഒരുപക്ഷേ അവിടെയുള്ളവർക്ക് അതിന് വിരോധമുണ്ടാവില്ല. വിരോധമുണ്ടാവുന്നത് എവിടെയാണ്? വിമാനത്താവളത്തിന് അവിടെ ആദ്യം അനുമതി കൊടുത്ത അത് അച്യുതാനന്ദൻ സഖാവ് VS ആണ് എന്ന് പറയുന്നു. ആവാം. അതിന് കൂടുതൽ വളമേകിയത് ഇപ്പോഴത്തെ ഭരണാധികാരികളാണ് എന്ന് പറയുന്നു. ആവാം. പക്ഷെ അവരാരും പോലും ചിന്തിക്കാത്ത ദുരന്തങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അവിടുത്തെ തണ്ണീർത്തടങ്ങൾ അത്രയും തന്നെ ഇപ്പോൾ തന്നെ വില കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞു ഇവിടുത്തെ ലാൻഡ് ലോബി. ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അമ്പരചുംബികൾ ഉയർത്തുവാനും മണിമേടകൾ ഉയർത്തുവാനും അവിടുത്തെ സ്ഥലത്തിന് ആർക്കും വേണ്ടാതെ കിടന്ന ആയിരങ്ങളുള്ള സ്ഥലത്തിന് ഇപ്പോൾ കോടികളുടെ അപ്പുറത്തേക്ക് പോവുകയാണ്. അവിടെയാണ് നമ്മൾ എതിർക്കേണ്ടത്. ഇവിടെ ഞാൻ വിപരീത അഭിപ്രായം ആറന്മുളയെ പറ്റി പറഞ്ഞുവെന്ന് ഇന്ദിരബാബു സൂചിപ്പിക്കുകയും എനിക്കത് കേൾക്കണം എന്ന് ടീച്ചർ പറയുകയും ചെയ്തപ്പോൾ ഞാൻ വിപരീത അഭിപ്രായം പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ വഷളാക്കുകയും വിപരീത ഫലമുണ്ടാക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാം. സ്ത്രീ സംരക്ഷണ നിയമം മഹത്തായ ഒരു നിയമമാണ്. അവിടെ ശ്രീമതി കാരാട്ടും സോണിയയും എല്ലാം ഒന്നിച്ചുണ്ടാക്കിയ ഒരു നിയമം. പക്ഷേ ഇന്ന് മുക്കിന് സ്ത്രീ ഈ പീഡന ആരോപണങ്ങളാണ്. ചെറിയ തോതിൽ ഞാനും അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരു മഹത്തായ നിയമത്തെ എങ്ങനെ വഷളാക്കിയെടുക്കാൻ പറ്റും? നമുക്കറിയാം, സ്വദേശാഭിമാനി മുതൽ കെ ബാലകൃഷ്ണൻ വരെയുള്ളവർ, അതല്ലെങ്കിൽ മാധ്യമത്തിൻ്റെ പിതാവായ പിതാക്കന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്താണ്? ഇന്ന് സർവനാശത്തിൻ്റെയും കാരണം നമ്മുടെ ഫോർത്ത് എസ്റ്റേറ്റിൻ്റെ അപജയമാണ് എന്ന് എന്നെ കേൾക്കുന്ന പത്രക്കാർ ക്ഷമിക്കട്ടെ, ക്ഷമിച്ചില്ലെങ്കിൽ പോലും പറയാതിരിക്കാൻ എനിക്കാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഫോർത്ത് എസ്റ്റേറ്റിൻ്റെ നമുക്കറിയാമല്ലോ, തനിനിറം പത്രം. ടീച്ചറോട് ഞാൻ വിനയപൂർവ്വം ചോദിക്കുകയാണ്, ടീച്ചർ എന്തുകൊണ്ടാണ് പഴയ തനിനിറം പത്രം നിന്നുപോയത്? എത്ര പെട്ടെന്നാണ് പ്രചാരം കിട്ടിയത് തനിനിറം പത്രത്തിന്. അത് വായിക്കാത്തവരാരുമില്ല. ഉള്ളത് ആരും പക്ഷേ അത് വീട്ടിൽ കൊണ്ടുപോയി വായിക്കില്ല എന്ന് മാത്രമായിരുന്നു. എത്ര പെട്ടെന്ന് വളർന്നു, അത് എത്ര പെട്ടെന്നാണ് ഇല്ലാതായത്. തനിനിറം പത്രം ഇല്ലാതായതിൻ്റെ രഹസ്യം, പ്രിയപ്പെട്ട ടീച്ചറെ, അതിൻ്റെ രഹസ്യം ഇന്ന് മുഴുവൻ വീടുകളിലും വായിക്കുന്നത് തനിനിറമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇന്നത്തെ ദേശീയ പത്രങ്ങൾ, ഇവിടുത്തെ മുന്തിയ പത്രങ്ങളെല്ലാം തന്നെ, മാധ്യമങ്ങളെല്ലാം തന്നെ തനിനിറത്തോട് മത്സരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് തനിനിറം ഇല്ലാതായി തീർന്നത്. എന്നെ കേൾക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ ദയവ് ചെയ്ത് ക്ഷമിക്കുക, അതാണല്ലോ സത്യം. ഇവിടെ ആറന്മുളയുടെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ആറന്മുളയെ എതിർക്കുന്നവർ അതിനുമുണ്ട് ഒരു വശം. ആദ്യം പറഞ്ഞത് എന്താണ്? ആറന്മുള ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിനാണ് പ്രശ്നം എന്ന്. എനിക്കത് വിഷമമുണ്ടാക്കി. അവിടെ മതവികാരം ഉണർത്തിയെടുത്തിട്ടാണോ ഇതിനെ എതിർക്കേണ്ടത്? ഒരു തിന്മയെ തിന്മ കൊണ്ടാണോ നമ്മൾ നേരിടേണ്ടത്? അവിടെയാണ് ഞാൻ വിയോജിപ്പ് പറഞ്ഞത്. കാരണം ഞാൻ പെട്ടെന്ന് ഓർത്ത് പോയത് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ സരോജത്തിൻ്റെ ഒരു പുസ്തകം, അവരുടെ ഒരു യാത്രാ വിവരണ പുസ്തകം വരും. അതിലുണ്ട് ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിനടുത്തുള്ള കുത്തബ് മിനാറിനെ പറ്റി. എത്ര നാളായി കുത്തബ് മിനാർ അവിടെ നിൽക്കുന്നു, എത്ര നാളായി കുത്തബ് മിനാറിനെ തൊട്ടില്ല എന്നുള്ള മട്ടിൽ വിമാനങ്ങൾ ഇറങ്ങുന്നു, കയറുന്നു. കുത്തബ് മിനാറിന് യാതൊരു സംഭവം ഉണ്ടായില്ല. ആറന്മുള വിമാനത്താവളത്തെ എതിർക്കാൻ ക്ഷേത്രത്തിൻ്റെ കൊടിമരം പറഞ്ഞ് നമ്മുടെ ജാതീയത ഇളക്കരുത് എന്നാണ് ഞാൻ വിപരീതമായ ഒരഭിപ്രായം പറഞ്ഞത്. അത്തരത്തിലാണ് ഗാഡ്ഗിൽ. ഇന്നിപ്പോൾ കാണും, ഈ പുസ്തകം കൂടെ വായിച്ചു തീരുമ്പോൾ ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, അവതാരികയിൽ ഇന്ദിരബാബു സൂചിപ്പിച്ചതുപോലെ, എം മുകുന്ദനോടോ OV വിജയനോടോ കാക്കനാടനോടോ അല്ലെങ്കിൽ സക്കറിയ മുതൽ ബാബു കുഴമറ്റം വരെയുള്ളവരോട് മത്സരിച്ച് നോവലിസ്റ്റായി തീരാനല്ല സദാശിവൻ സാർ ഈ പുസ്തകം എഴുതിയത്. അദ്ദേഹത്തിന് ചിലത് പറയുവാനുണ്ട്. ആ പറയുവാൻ അദ്ദേഹം കണ്ട ഏറ്റവും നല്ലൊരു മാധ്യമം ഇതിനൊരു നോവൽ രൂപം കൊടുക്കുക എന്നുള്ളതാണ്. ഈ നോവൽ രൂപത്തിൽ അതിൻ്റെ കലാപരമായ മൂല്യത്തിൽ വിജയിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഈ ഗ്രന്ഥം ഉന്നമാക്കുന്ന ഉണ്മ, അവിടെയാണ് പ്രശ്നം. ഇവിടെ ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ
ഞാൻ ആദ്യം സൂചിപ്പിച്ച ആന്തരിക യാഥാർത്ഥ്യങ്ങൾ, ആന്തരിക സത്യങ്ങൾ, ആ സത്യങ്ങളെ മൂടി മറയ്ക്കുന്ന ബാഹ്യ സത്യങ്ങൾ എന്ന സത്യങ്ങൾ പൊളിച്ചു കാണുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഈ പുസ്തകം നമ്മൾ വായിച്ചു കൊണ്ടിരിക്കെ നമുക്കറിയാം, കോൺഗ്രസ്സുകാരിൽ അല്പം വായനാശീലമുള്ള, അക്ഷരബന്ധമുള്ള ഒരാളാണ് പി.ടി. തോമസ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇന്ന് ഞാൻ പി.ടി. തോമസിനെ കാണുന്നത് ക്രൂശിൽ പിടയുന്ന ക്രൈസ്റ്റിൻ്റെ രീതിയിലാണ്. ലക്ഷോപലക്ഷം വോട്ടുകൾ നേടി വിജയിച്ച പി.ടി. തോമസിന് സീറ്റില്ലാതായത് എങ്ങനെയാണ്? അദ്ദേഹം ഗാഡ്ഗിലിനോട് അല്ലെങ്കിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടിനോട് ചേർന്ന് നിന്ന് പ്രകൃതി സ്നേഹിയായ, മാനവീയത ഉറക്കപ്പിടിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ രാഷ്ട്രീയ പ്രവർത്തകനായി മാറിയതുകൊണ്ടാണ്. അവിടെ പ്രവർത്തിച്ചതാണ്, മതത്തിൻ്റെ വിഷമാണ് പ്രവർത്തിച്ചത്. എന്തിനു വേണ്ടിയായാലും അത്തരം നമുക്കിന്നുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഇതാണ്, ഈ വിഭാഗീയതയാണ്. ഈ വിഭാഗീയത വന്നു കഴിയുമ്പോൾ എന്തും പറഞ്ഞ് അതിനെല്ലാം നമ്മുടെ മാധ്യമങ്ങൾ പ്രചാരം കൊടുക്കുകയാണ്. ഇവിടെ ഈ നോവൽ ഏറ്റവും കരുത്തുറ്റതായി തീരുന്നത് ഏതാണ്ട് ഇതിൻ്റെ 18-ാമത്തെ അധ്യായം എന്ന് തോന്നുന്നു. 18-ാമത്തെ അധ്യായം ചലിക്കുന്ന പാറമലകൾ എന്നുള്ള 62-ാമത് സരയുവും കൂട്ടുകാരും ജയിലിൽ എന്ന ആ അധ്യായം മുതൽ ഈ നോവല് ഇദ്ദേഹം പറയുന്ന ഇദ്ദേഹത്തിൻ്റെ നിലപാട് എല്ലാം തന്നെ പെട്ടെന്നൊരു ഉണ്ടാവുകയാണ്. സത്യത്തിൽ അവിടെ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ആ വായിച്ച അനുഭവത്തിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും സാക്ഷി നിർത്തി. ഈ തിരുവനന്തപുരത്തെ പ്രബുദ്ധരായ ആൾക്കാരാണ്, എന്നേക്കാൾ വലിയവരായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. എല്ലാവരെയും സാക്ഷി നിർത്തി ആ മനുഷ്യൻ്റെ 80-കാരനായി ചെറുപ്പക്കാരൻ്റെ പാതാരബിന്ദങ്ങളിൽ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം തുടങ്ങുന്നത് പാലാ ബാങ്കിൻ്റെ തകർച്ച മുതൽക്കാണ്. പാലാ ബാങ്ക് എന്താണ് എന്നൊരു പക്ഷേ ചെറുപ്പക്കാർക്ക് അറിയില്ല, ചരിത്രം വായിച്ചവർക്ക് അറിയാം. സദാശിവൻ സാറിൻ്റെ ചെറുപ്പകാലത്താണ് പാലാ ബാങ്കിൻ്റെ തകർച്ച. ആരാണ് പാലാ ബാങ്കിനെ തകർത്തത്? പെട്ടെന്ന് വളർന്ന ഈ നാടിന്, കർഷകർക്ക്, അതേപോലുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും വലിയ പ്രയോജനം ചെയ്തിരുന്ന പാലാ ബാങ്കിനെ തകർത്തതാരാണ്? സർ സി.പി. രാമസ്വാമി അയ്യർ തന്നെയാണ്. അദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഇതിനകത്ത് സുവിശേഷിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എല്ലാം തലപ്പത്ത് ഇന്നും സർ സി.പി. രാമസ്വാമി അയ്യർ ഇരിക്കുന്നു, ഭരിക്കുന്നു എന്നാണ് ഈ നോവൽ സുവിശേഷിക്കുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ കരുത്ത്. അദ്ദേഹം പറയാതെ പറയുന്നത്, ഈ നോവൽ വായിച്ചു തീരുമ്പോൾ മനോഹരമായ സുഗത ടീച്ചറിനെ പോലുള്ളവരുടെ ഒരു കവിതാ സമാഹാരത്തിന് കൊടുക്കാവുന്ന ശീർഷകമാണ് സരയൂ സാക്ഷിയാണ്. പക്ഷേ ഈ നോവൽ വായിച്ചു തീരുമ്പോൾ അദ്ദേഹം അറിഞ്ഞോ അറിയാതെയാവാം, ഇത് എൻ്റെ മനസ്സിൽ ഈ ശീർഷകം തിരുത്തി എൻ്റെ മനസ്സിതിനെ വായിച്ചു. സരയൂ സാക്ഷിയാണ്, അല്ല സരിത സാക്ഷിയാണ്. 62-ാമത്തെ അധ്യായത്തിൽ സരിത കടന്നു വരികയാണ്. ബോധപൂർവം അദ്ദേഹം സരിതയെ സരയുവാക്കി മാറ്റി എന്നുള്ളതാണ്. ടി.പി. ചന്ദ്രശേഖരൻ വധം മുതൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കല്ലേറേറ്റ് കൊണ്ട് മുറിവുണ്ടായ കാര്യങ്ങൾ വരെ ഈ നോവലിൽ കടന്നു വരുന്നുണ്ട്. മറ്റൊട്ടേറെ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഒരു മുഖ്യമന്ത്രിയുടെ വീട്ടിലിരിക്കുന്ന പാവം ഭാര്യയെയും മകളെയും വരെ നിയമസഭയിൽ വാരി അലക്കിയത് സംഭവങ്ങൾ നമുക്കറിയാം. എല്ലാം ഇതിലൂടെ കടന്നു വരികയാണ്. ഇത് എന്നെ സംബന്ധിച്ച് ഞാൻ ആരെതിർത്താലും കൊള്ളാം, എതിർത്തില്ലെങ്കിലും കൊള്ളാം. ഇപ്പോൾ ഞാനിവിടുത്തെ മാധ്യമക്കാരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. ഇന്നും മനസ്സുകൊണ്ട് ഈ കല്ലേറ് നടത്തുന്ന സരിതയുടെ പക്ഷത്താണ് ഞാൻ. 35 വർഷം മുമ്പാണ് കെ.പി. അപ്പൻ ഏറ്റവും കൂടുതൽ അപ്പൻ സാർ ഉയർത്തിപ്പിടിച്ച എൻ്റെ കഥകളിലൊന്ന് യേശുക്രിസ്തു തിരുനക്കരയിൽ എന്ന് വന്നത്. ബൈബിളിലെ യേശുക്രിസ്തു പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ കാലത്ത്
അന്ന് ഒരാൾ പോലും കല്ലെറിഞ്ഞിട്ടില്ല. പക്ഷേ ചത്തപ്പൻ്റെ സുവിശേഷം എൻ്റെ ആദ്യ കഥാസമാഹാരത്തിൽ യേശുക്രിസ്തു തിരുനക്കരയിൽ നിന്ന് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ സർവ്വ കല്ലുകളും പതിച്ചു എന്നുള്ളതാണ്. ആ കല്ലുകൾ പതിച്ച് അവസാനം കല്ലേറുകൊണ്ടവൻ്റെ തല തെറിച്ചു പോയി ദീപികയുടെ മുറ്റത്ത് വീണു എന്ന് പറഞ്ഞാണ് കഥ അവസാനിക്കുന്നത്. അത് ദീപികയുടെ മുറ്റത്ത് തന്നെ വീഴ്ത്തിയതിന് മറ്റു ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇന്നും അങ്ങനെയാണ്. നമ്മൾ ഈ പല തലകളും തെറിച്ചു പോകുന്നത് അവിടെയാണ്. പ്രിയമുള്ളവരെ, ഒന്ന് ശ്രദ്ധിക്കുക. സരിത എന്താണ് തെറ്റ് ചെയ്തത്? അവരുടെ വ്യക്തി ജീവിതത്തിൽ പല കാര്യങ്ങളും ഉണ്ടാവാം. സരിതയെ സംബന്ധിച്ചിടത്തോളം അവരൊരു പ്രസ്ഥാനത്തിന്, അതാണ് ഈ നോവലിൽ വരുന്നത്, ഒരു പ്രസ്ഥാനത്തിന് അവർ തുടക്കമിട്ടു. ആ തുടക്കത്തിനുള്ള കൂട്ടുപ്രതികളാരെ എന്ത് ഇതൊന്നും അല്ല പ്രശ്നം. അതിനവർ പണം സമാഹരിക്കുകയാണ്. നമ്മുടെ പല ബാങ്കുകളും തകർത്തതാരാണ്? അവിടെയാണ് സദാശിവൻ സാറ് ദീർഘദൃഷ്ടിയോടെ പാലാ ബാങ്കിൻ്റെ തകർച്ചയും സർ CP രാമസ്വാമി അയ്യരെയും കൊണ്ടുവന്നത്. നമുക്കറിയാം, പെട്ടെന്ന് മുളച്ചുണ്ടായ പല ബാങ്കുകളും, ഇവിടുത്തെ സാധാരണക്കാരന് അഭയം കൊടുക്കുന്ന പല ബാങ്കുകളും, ചില ഭരണാധികാരികൾ, അതാരെന്ന് ഞാൻ പറയുന്നില്ല, ഇവിടെ ഭരിക്കാൻ കയറിയ സമയത്ത് പടപടാന്ന് പൂട്ടി തകരുകയാണ് ചെയ്തത്. എന്താണ് കാരണം? അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? ബ്ലേഡ് മാഫിയാണ് പ്രവർത്തിച്ചത്. അത്തരം ബാങ്കുകൾ നിലനിന്നാൽ ഇവിടുത്തെ തലയറുത്ത് കൊല്ലുന്ന ബ്ലേഡ് മാഫിയകൾക്ക് നിലനിൽക്കാൻ പാടില്ല എന്നതുകൊണ്ട് അവരുടെ കുതന്ത്രങ്ങളും അവരുടെ സ്വാധീനവും ഉപയോഗിച്ച് ഭരണാധികാരികളെ കൊണ്ട് ബാങ്ക് തകർക്കുകയായിരുന്നു. അതുതന്നെയാണ് പാലാ ബാങ്കിലും സംഭവിച്ചത് എന്ന് ഈ നോവലിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് സാറ് സരിതയുടെ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്, അഥവാ സരയുവിൻ്റെ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്. അവിടെ കാട് മേട് ടീച്ചർ ഇവിടെ സൂചിപ്പിച്ച പാറ മടകളുണ്ടല്ലോ, ഇതെല്ലാം ഇവിടെ ഈ നോവലിൽ വരുന്നുണ്ട്. പാറമടകളെല്ലാം തകർക്കപ്പെടുന്ന അങ്ങനെയുള്ള ഒരു ക്വാറി ഉടമയുടെ മകൾ കൂടിയായിരുന്നു ഈ നോവലിലെ സരയു എന്ന കഥാപാത്രം. അവസാനം ഈ നോവലിലെ വളരെ പക്വതയോടാണ് എല്ലാ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. വളരെ പക്വതയോടെയും സമചിത്തതയോടെയും ഇതിനെ സമീപിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് വേണം, പക്ഷേ പക്വതയും സമചിത്തതയും ഇല്ലാത്ത സമീപനങ്ങളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് പറയുന്നു, ആദ്യത്തെ നിലമ്പൂരിൽ സായിപ്പന്മാരും നമ്മുടെ ആൾക്കാരെ അടിമകളാക്കി തേക്ക് വെച്ചു വന്നു. ആ തേക്ക് എന്നിട്ട് സായിപ്പന്മാരെ ഒരു വശത്ത് ന്യായീകരിക്കുന്നുണ്ട്. അതേ സദാശിവൻ സാറ് ഇതിനകത്ത് സരയുവിനെ കൊണ്ട് ഈ നിലമ്പൂരെ മൂപ്പന്മാരെ, ആദിവാസികളെ വിളിച്ചു വരുത്തി കൃഷി ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതെങ്ങനെ പൊരുത്തപ്പെടും എന്ന് ചോദിച്ചാൽ അത് സമചിത്തതയോടെയുള്ള ഒരു സമീപനമാണ്. ക്വാറികൾക്കെതിരെ ശബ്ദിക്കുന്ന സദാശിവൻ സാറ് സരയുവിന് വീട് പണിയുന്ന സമയത്ത്